വെൽക്കം ടു രജാൻസ്. നമ്മുടെ റണ്ണിങ് ഫാബ്രിക് എന്ന് പറയാൻ പറ്റില്ല, ടോപ്പ് മെറ്റീരിയലിൻ്റെ വീഡിയോ ആണ്. അതായത് നമുക്ക് ആ ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ തരുന്നത്. അല്ലാതെ എക്സ്ട്രാ ആയിട്ടോ അല്ലെങ്കിൽ 1 മീറ്റർ ആയിട്ടോ അല്ലെങ്കിൽ 3 മീറ്റർ ആയിട്ടോ അങ്ങനെയായിട്ടില്ല കേട്ടോ. ഇത് 2.5 അടുത്ത് വരുന്നത്, കറക്റ്റായിട്ട് ചിലപ്പോൾ കാണത്തില്ല. അത് ഓരോ മെറ്റീരിയലും വരുന്ന അളവിനനുസരിച്ച് ആ ഒരു രീതിയിൽ നമ്മളിത് എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഇതിൽ വേരിയേഷൻ കാണും. ചിലതിനൊരു ശകലം എക്സസ് കാണും, ചിലതിന് ഒരു 2.40 തൊട്ട് 2.5 വരെ ഇടയ്ക്ക് നിൽക്കും. അതായത് നിങ്ങൾക്ക് ലെങ്ത് എന്താണേലും 48 മിച്ചം തയ്ക്കാനുള്ളത് എന്തായാലും കാണും കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അക്കോവ തന്നെ ഓൾറെഡി ചെയ്തിരുന്നു. നല്ല സക്സസ് ആയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്തൊരു ഐറ്റമാണ്. അതിൻ്റെ തന്നെ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞിൽ വന്നിരിക്കുന്ന ഐറ്റമാണ്. അപ്പോൾ അതിന് ചെറിയ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. അതായത് അക്കോവയെ തന്നെ പല രീതിയിൽ റേറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ശക്കലം കൂടെ നമ്മൾ ഫിനിഷിങ്ങിനകത്ത് ചെറിയൊരു വേരിയേഷൻ, അത്രയും തിക്നെസ് വരത്തില്ല. മെറ്റീരിയലാണേലും ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ. ബ്ലെൻഡഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അക്കോവ വേണം എന്ന ആ ഒരു ഭയങ്കര കൂടിയത് വേണ്ട അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഭയങ്കര റീസണബിൾ പ്രൈസിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഒരു ഐറ്റമാണ്. അതായത് 2.5 അടുത്ത് വരുന്നത്, അതായത് ടോപ്പ് മെറ്റീരിയലിൽ മാത്രമായിട്ട് അത്രയും ആ ഒരു ലെങ്ത്തിൽ, മീറ്റർ പ്രൈസ് അല്ല കേട്ടോ, ഒരു ടോപ്പിന് വേണ്ടിയിട്ട് മൊത്തത്തിലുള്ള പ്രൈസാണ് നമ്മൾ പറയുന്നത്. അതിന് വെറും 399 രൂപ മാത്രമേ ഉള്ളൂ. അത്രയും ഈ ഒരു റേറ്റിൽ എന്തായാലും അക്കോവ ഒന്നും ഒരിടത്തും കിട്ടത്തില്ല. അപ്പം നമ്മൾ ആ ഒരു രീതി തരുന്നതുകൊണ്ടാണ് റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ടോപ്പ് മെറ്റീരിയലായിട്ടുള്ള അതിനുള്ള അളവിൽ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അക്കോവ വേണ്ടവർക്ക് അതിങ്ങനെ വെച്ചാലും നല്ലതാണ്. ഈ ഒരു നല്ല ഹോൾസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നല്ല അക്കോവയാണ്, ഭയങ്കര കൂടിയതല്ല കേട്ടോ, തിക്നെസ് കുറവായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ ഓക്കെ ആയിട്ടുള്ളവർ എടുക്കുക. അക്കോവ വേണം എന്നാൽ ഭയങ്കര റേറ്റ് ആവണ്ട അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ എടുക്കാൻ പറ്റുന്നൊരു ഐറ്റം. പിന്നെ കളർ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ ചെറിയ വേരിയേഷൻ കാണും. ലൈറ്റ്, അതായത് നല്ല ലൈറ്റ് ഒരു യെല്ലോ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഒരുപാട് ഭയങ്കര യെല്ലോ അല്ല കേട്ടോ, വേണമെങ്കിൽ ഡാർക്ക് ക്രീം എന്നും പറയാം, അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ. ലൈറ്റ് എന്ന് വെച്ചാൽ നല്ല ലൈറ്റ് യെല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഷെയ്ഡാണ്. ഇതേപോലെയും ചെയ്യാം കേട്ടോ. നിങ്ങൾ അകത്ത് കൊടുക്കുന്ന ലൈനിങ് വേറെ കളറാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹോൾസിൽ കൂടെ മറ്റേ കളർ കുറച്ച് എടുത്ത് കാണിക്കും. അങ്ങനെ ചെയ്തെടുക്കുന്നവരുണ്ട്. നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്കത് ആ ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ മെറ്റീരിയലായിട്ടും കാണിക്കുന്നത്. ചിലർക്ക് നമ്മൾ ആ ഒരു പാറ്റേൺ, നമുക്ക് ആ പ്രിൻ്റൊക്കെ കുർത്തയ്ക്കകത്ത് വരുന്നതിൻ്റെ അകത്ത് ചിലപ്പോൾ വേറെ പാറ്റേൺ ആയിരുന്നേ കൊള്ളാരെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ മെറ്റീരിയലായിട്ട് കിട്ടിയ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ എന്നോർത്താണ് ഞാൻ കുറച്ചെണ്ണം അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന്, അകത്ത് ലൈനിങ് വേറെ കളർ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ സെയിം തന്നെ വേണമെങ്കിൽ അങ്ങനെ. അക്കോവ ഭയങ്കര ട്രെൻഡിങ് ആണ്, അതുകൊണ്ട് ഞാൻ 2 വിലയുടെയും കൊണ്ടുവന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ടോപ്പ് മെറ്റീരിയലിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 399 രൂപ. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല, ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. 399 രൂപയേ ഉള്ളൂ. 3 ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് കളർ ഞാൻ പറഞ്ഞ പോലെ ലൈറ്റർ ആയിട്ടുള്ള ഒരു യെല്ലോ ടോണാണ് കേട്ടോ. അപ്പം അടുത്ത കളർ കാണാം. നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് ബ്ലൂ ആണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ റേറ്റ് കുറവാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇനി കാണും കേട്ടോ. മറ്റേതിൻ്റെ ഫിനിഷിങ്ങുമായിട്ട് ഇതിന് വ്യത്യാസമുണ്ട്. ഇതിന് അകമ്പുറം നോക്കിയാൽ അറിയാം. ഇവിടെ നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നല്ല ബ്ലൂ ആട്ടോ, ഇതിൻ്റെ അകത്ത് ആഷ് പോലെയൊക്കെയാണ് കാണിക്കുന്നത്. നല്ല ബ്ലൂ ആട്ടോ, നല്ല ഡാർക്ക് നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡ്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ത്രെഡ് ഇങ്ങനെ മിഷൻ വർക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഈ ത്രെഡിൻ്റെ തിക്നെസ് കുറച്ച് ചെയ്യുമ്പോഴത്തേനും ഇതുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ ഒരു മിസ്സിങ് വരും. ഇതുണ്ടോ, ഇടയ്ക്ക് എവിടെയോ മിസ്സിങ് വരും. ചെറിയ ത്രെഡൊക്കെ പൊങ്ങി നിൽപ്പുണ്ടാവും. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതിനുണ്ടാവും കേട്ടോ. അപ്പോൾ അത്ര റേറ്റേ ഉള്ളൂ. 2.5 അടുത്ത് വരുന്ന ആ ഒരു മെറ്റീരിയൽ പ്രൈസാണ് 399 രൂപയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അക്കോവ എന്നാണെങ്കിലും നമുക്ക് ഒരുപാട് അങ്ങനെ ഭയങ്കര റേറ്റ് കുറഞ്ഞ് കിട്ടത്തില്ല. എന്തായാലും ഈ പ്രൈസിന് കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വലിയ പ്രൈസ് നമ്മൾ ഇട്ടിട്ടുമില്ല. എന്തായാലും നിങ്ങൾക്ക് റീസണബിൾ ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട കാര്യം, അക്കോവയുടെ ഫിനിഷിങ് വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ 550 കാണിച്ചായിരുന്നു. അതും ഇതും തമ്മിൽ നമ്മൾ നേരിട്ട് നോക്കുമ്പം വ്യത്യാസമുണ്ട് കേട്ടോ. അത് അക്കോബയുടെ തിക്നെസ്സിൻ്റെ ഇതിനൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ വേരിയേഷൻസ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ അക്കോബ വേണം എന്ന ഭയങ്കര പ്രൈസ് ആവരുത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നല്ല ഐറ്റമാണ്. കളറ് നല്ല ബ്ലൂ ആട്ടോ, നല്ല ഡാർക്ക്, നല്ല നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ്. ഇതിൽ കാണുമ്പോഴത്തേനും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ എടുത്തെടുത്ത് പറയണേ. നല്ല കളറാണ്. ഇതുപോലെ കോൺട്രാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെയും നമ്പർ ഞാൻ കൊടുത്തേക്കാം, കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് കറക്റ്റ് അയക്കണം കേട്ടോ. 2.5 അടുത്ത് കാണും, ചിലത് കൂടുതലും കാണും കേട്ടോ. ഒരു ചെറിയ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും, കാരണം ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഏകദേശം ആ രീതിയിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് വരത്തില്ല. 2.5 അടുത്ത് വരുന്ന മെറ്റീരിയലായിട്ടെന്ന് ഞാൻ പറയുന്നത്. ടോപ്പ് മെറ്റീരിയൽ എന്നാണ് നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൈസ് 399 ഉള്ളൂ. അടുത്ത ഷെയ്ഡ് കാണാം. അടുത്തത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ, നല്ല കളറായതും. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അകവും പുറവുണ്ട് കേട്ടോ. ഇതിങ്ങനെ മേളിൽ നിന്ന് കാണുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. ഇത് അതായത് അകം, ഇതാണ് ശരിക്കും നമ്മൾ പുറത്ത് വരേണ്ടത്. അതിൻ്റെ ഫിനിഷിങ് നല്ല കേട്ടോ. ഫിനിഷിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഓവറായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. ഞാൻ പറഞ്ഞ അക്കോവയ്ക്കകത്ത് പല റേറ്റിൽ വരുന്നുണ്ട്.
ഇത് റേറ്റ് കുറഞ്ഞ അക്കോബയാണ്. ഒരുപാട് ഭയങ്കര ഫിനിഷിംഗ് എന്ന് ഞാൻ പറഞ്ഞത് ഒരു ആവറേജ്. ഞാൻ അകവും പുറത്തിൻ്റെ കാര്യം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. മെറൂണിൻ്റെ തന്നെ എവിടേക്കോ ഒരു വൈൻ കളറോടെ കയറി വരുന്നുണ്ട്. ഭയങ്കര മെറൂണല്ല, രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്. കോട്ടൺ ഫാബ്രിക് തന്നെയാണ്, പക്ഷേ മറ്റേതുമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള റേറ്റ് ഇതിനേ ഉള്ളൂ. അക്കോബയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു സ്റ്റൈലായിട്ടൊക്കെ ഇടാൻ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. നമ്പർ കൊടുത്തേക്കാം. 3 ഷെയ്ഡ്സാണ് കാണിക്കുന്നത്. എല്ലാം 2.5 അടുത്തുള്ള മെറ്റീരിയൽസാണ്. ചെറിയ ചെറിയ വേരിയേഷൻസ് മെറ്റീരിയൽസിന് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ബാലൻസിങ്ങിനെ പിന്നെയൊക്കെ വരുന്നതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ റേറ്റ് വ്യത്യാസത്തിൽ പിന്നെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് 399 രൂപ. 2.5 അടുത്ത് വരുന്ന ടോപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് വരുന്ന അതിന് 1 മീറ്ററിനല്ല 2.5 അടുത്ത് വരുന്ന അത്രയത്തിന് ഒരു ടോപ്പിനായിട്ട് വരുന്ന മെറ്റീരിയലിന് 399 രൂപയുള്ളൂ. 3 കളറിൽ ഏത് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ നമുക്ക് വേറെ ഷെയ്ഡ്സ് ചെയ്യിപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം വന്നേക്കുന്ന ഷെയ്ഡ്സ് ഞാൻ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നല്ല നല്ല ഷെയ്ഡ്സാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് നല്ല കളർ നോക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു വൈൻ മിക്സഡ് മെറൂൺ കളർ, പിന്നെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്രീമായിട്ടോ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ ആയിട്ടോ അങ്ങനെ തോന്നിക്കുന്ന ഒരു ഷെയ്ഡുമാണ്. ചെറിയ വേരിയേഷൻസ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഉണ്ട് കേട്ടോ. വീഡിയോയിലും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ആ ഒരു വ്യത്യാസം ചെറുതായിട്ട് വരാറുണ്ട്. പക്ഷെ നല്ല കളേഴ്സായാലും അങ്ങനെ ഭയങ്കര മങ്ങലോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയും. ഇതങ്ങനെ മങ്ങലൊന്നുമില്ല കേട്ടോ, നല്ല കളേഴ്സാണ്. കണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ബാർകോഡ് ക്ലിയർ ആയിട്ട് കാണുന്ന ഫോട്ടോസ് അയച്ചു തരിക. 399 ഉള്ളൂ, വേറെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.